വിഷുവിന് നാട്ടിൽ പോകുന്നൊരു വ്ളോഗായാലോ? വിഷുവായിട്ട് അത് നാട്ടിലാഘോഷില്ലെങ്കിൽ പിന്നെന്ത് മലയാളി. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. രാവിലെ 9 മണിക്കാണ് എനിക്ക് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ രാവിലെ തന്നെ വിളിച്ചു തുടങ്ങി ക്യാബ് ബുക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക്. ഞാൻ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി. ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുമ്പോൾ നല്ല പണി കിട്ടി. അവിടെ സിസ്റ്റം അവിടെ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന ആ ടൈമിലായിരിക്കും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ആ ടൈം നോക്കി കറക്റ്റ് സിസ്റ്റം ഉണ്ടാവും. പിന്നെ ബോഡി സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ പെട്ടെന്ന് ഹറിവറേറ്റ് ചെക്ക് ഇൻ ചെയ്തു. ബോഡി ഗേറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ്. അവിടെ നിന്ന് എൻ്റെ സ്വന്തം നാടായ തൃശ്ശൂരിലേക്ക്. എനിക്ക് കിട്ടിയതാണെങ്കിലോ ഒരു മിഡിൽ സീറ്റും. എനിക്ക് ഇഷ്ടമുള്ള സീറ്റാണ് മിഡിൽ സീറ്റ്. ഫ്ലൈറ്റിൽ കയറിയത് ഓർമ്മയുള്ളൂ, പിന്നെ ലാൻഡ് ചെയ്ത പ്ലാൻ ഉറങ്ങിയിട്ടത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് പിന്നെ ഒരു കോൾഡ് കോഫിയും കുടിച്ച് പിന്നെ നാട്ടിൽ പോവല്ലേ ശരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അമ്മയ്ക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് നിറച്ച് തുണിയായിട്ട് ഞാൻ നാട്ടിൽ പോവാണ്. ബസ് കയറിയപ്പോഴാണെങ്കിലോ അവിടേക്ക് മിഡിൽ സീറ്റ്. പിന്നെ സഹിച്ചിരുന്ന് നിന്ന് പോകുന്നത് നല്ലതല്ലേ ഇരുന്ന് പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറി നല്ലൊരു ഉറക്കം കണ്ണു തുറന്നപ്പോണ്ട് കാഴ്ച സ്വന്തം നടക്കുന്ന തൃശ്ശൂർക്കാരനെ എനിക്ക് പിന്നെന്തുവാ. അങ്ങനെ ബസ് ഇറങ്ങിയപ്പോഴേക്കും അച്ഛനോട് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ പുറകിൽ കയറി നേരെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി നേരെ ഫുഡ് അടിക്കാം. അങ്ങനെ പപ്പടം കൂട്ടി നല്ല രീതിയിൽ ഫുഡ് അടിച്ചു. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് നേരെ അനിയത്തിമാരെയും കൂട്ടി പടക്കം വാങ്ങാൻ ഇറങ്ങി. പടക്കം വാങ്ങാൻ എത്തിയപ്പോഴാണെങ്കിലോ നീണ്ട ക്യൂ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇരിയാക്കൂടെ സ്വന്തം ചെമ്പൻ്റെ പടക്കടയിലാണ്. അങ്ങനെ നേരെ ബാസ്ക്കറ്റ് എടുത്ത് നേരെ പറക്കി കൂട്ടാൻ ഇറങ്ങി. അങ്ങനെ പടക്കമൊക്കെ വാങ്ങി ഇറങ്ങുമ്പോഴേക്കും തിരക്ക് കൂടി വരായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഇനി അടുത്തെന്താ ഇപ്പോൾ തുടങ്ങല്ലേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ.